12/5/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30/11/99 മധുബൻ. പാസ് വിത്ത് ഓണർ ആകുന്നതിനായി സർവ ഖജനാവുകളുടെയും കണക്കുകളെ ശേഖരിച്ച് സമ്പന്നമാകൂ. ഇന്ന് ബാബ്ദാദ ഏത് സഭയെ നോക്കുകയാണ്? ഇന്നത്തെ സഭയിൽ ഓരോ കുട്ടിയും ഹയസ്റ്റും അവിനാശി ഖജനാവുകളാൽ റിച്ചസ്റ്റും ആണ്. ലോകത്തിലുള്ളവർ എത്ര തന്നെ റിച്ചസ്റ്റ് ആയിരുന്നാലും ഒരു ജന്മത്തേക്കാണ് റിച്ചസ്റ്റ്. ഒരു ജന്മത്തേക്ക് പോലും റിച്ചസ്റ്റായി തുടരുമോ അതോ ഇല്ലയോ ഇതുപോലും നിശ്ചിതമല്ല. എത്ര തന്നെ റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് ആയിക്കൊള്ളട്ടെ, എന്നാൽ ഒരു ജന്മത്തേക്കാണ്. താങ്കളാണെങ്കിൽ നിശ്ചയത്തോടെയും ലഹരിയോടെയും പറയുന്നു, നമ്മൾ അനേകം ജന്മങ്ങളിൽ റിച്ചസ്റ്റ് ആണ്. കാരണം താങ്കൾ ഏവരും അവിനാശി ഖജനാവുകളാൽ സമ്പന്നമാണ്. താങ്കൾ ഏവരും അറിയുന്നുണ്ടല്ലോ, നമ്മൾ ഈ സമയത്തെ പുരുഷാർത്ഥം കൊണ്ട് ഒരു ദിവസത്തിൽ പോലും വളരെയധികം സമ്പാദിക്കുന്നവരാണ്. ഒരു ദിവസത്തിൽ താങ്കൾ എത്ര സമ്പാദ്യം ചെയ്യുന്നു എന്നത് അറിയുന്നുണ്ടോ? കണക്കറിയാമല്ലോ. പാടപ്പെട്ടിട്ടുമുണ്ട്, അനുഭവവുമുണ്ട്. ഒരു ചുവടിൽ പദമം, അതായത് കോടി കോടി. അപ്പോൾ ഒരു ദിവസത്തിൽ ബാബയിലൂടെ, ബാബയുടെ നോളജിലൂടെ, ഓർമ്മയിലൂടെ ഓരോ ചുവടിലും പദമം ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ മുഴുവൻ ദിവസത്തിലും എത്ര ചുവടുകൾ ഓർമ്മയിൽ വയ്ക്കുന്നു, അത്രയും പദമങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമ്പാദിക്കുന്നവരും ഖജനാവ് ശേഖരിക്കുന്നവരും വിശ്വത്തിൽ ആരെങ്കിലും ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഉണ്ടോ? വിശ്വത്തിൽ ചുറ്റി സഞ്ചരിച്ചു വരൂ. താങ്കൾക്കല്ലാതെ ഇത്രയും ശേഖരിക്കുവാൻ ആർക്കും സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഈ ശ്രേഷ്ഠ സ്മൃതിയിലിരിക്കൂ. നമ്മൾ ആത്മാക്കളുടെ ഭാഗ്യം പരമാത്മാവിലൂടെ എങ്ങനെ ശ്രേഷ്ഠമായിരിക്കുകയാണ്. തൻ്റെ ഖജനാവുകൾ അറിയുന്നുണ്ടല്ലോ, സമയത്തിൻ്റെ ഖജനാവിനെയും അറിയുന്നുണ്ട്. ഈ സംഗമത്തിൻ്റെ സമയം എത്ര ശ്രേഷ്ഠമാണ്. ഏതൊരു പ്രാപ്തി വേണമോ അത് അധികാരിയായി ബാബയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നു. സർവ അധികാരങ്ങളും പ്രാപ്തമാക്കിയല്ലോ. ഓരോരോ ശ്രേഷ്ഠ സങ്കല്പവും എത്ര വലിയ ഖജനാവാണ്. സമയവും വലിയ ഖജനാവാണ്, സങ്കല്പവും വലിയ ഖജനാവാണ്. സർവശക്തികൾ വലുതിലും വലിയ ഖജനാവാണ്. ഓരോരോ ജ്ഞാനരത്നവും എത്ര വലിയ ഖജനാവാണ്. ഓരോ ഗുണവും എത്ര വലിയ ഖജനാവാണ്. ലോകത്തുള്ളവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഓരോ ശ്വാസത്തിലും ഓർമ്മിക്കുന്നതിലൂടെ ശ്വാസം സഫലമാകുന്നു എന്ന്. നിങ്ങൾ ഏവരുടെയും ശ്വാസം സഫലതാ സ്വരൂപമാണ്, വ്യർത്ഥമല്ല. ഓരോ ശ്വാസത്തിലും സഫലതയുടെ അധികാരം അടങ്ങിയിട്ടുണ്ട്. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും സർവ ഖജനാവുകളും ഒരേപോലെ തന്നെയാണ് നൽകിയത്. സർവ്വതും നൽകി, സമാനമായി നൽകി. ചിലർക്ക് 1 ഗുണം, ചിലർക്ക് 10 ഗുണം, ചിലർക്ക് 100 ഗുണം. ഇങ്ങനെയല്ല നൽകിയത്. നൽകുന്നവനായ ദാതാവ് ഓരോരോ കുട്ടിക്കും സർവ ഖജനാവുകളും ബ്രാഹ്മണൻ ആയപ്പോൾ തന്നെ സമാന രൂപത്തിൽ നൽകി. എന്നാൽ ഖജനാവിനെ എത്ര ശേഖരിക്കുന്നു അല്ലെങ്കിൽ പാഴാക്കുന്നു എന്നത് ഓരോരുത്തരുടെയും മേലാണ്. ഓരോരുത്തരും ചെക്ക് ചെയ്യണം. നമ്മൾ മുഴുവൻ ദിവസത്തിലും എത്ര ശേഖരിക്കുന്നു അല്ലെങ്കിൽ പാഴാക്കുന്നു? ചെക്ക് ചെയ്യുന്നുണ്ടോ? ചെക്ക് തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു ജന്മത്തേക്ക് വേണ്ടിയല്ല, എന്നാൽ ഓരോ ജന്മത്തേക്കും വേണ്ടിയാണ്. അനേകം ജന്മത്തേക്ക് ശേഖരണം ആവശ്യമാണ്. ശേഖരിക്കുന്നതിനുള്ള വിധി അറിയാമോ? വളരെ സഹജമാണ്. കേവലം ബിന്ദു ഇടൂ. ബിന്ദു ഓർമ്മ ഉണ്ടായിരിക്കുമെങ്കിൽ ശേഖരണം ഉണ്ടാകുന്നു. ഏതുപോലെ സ്ഥൂല ഖജനാവിൻ്റെ കാര്യത്തിലും ഒന്നിൻ്റെ കൂടെ ബിന്ദു ഇട്ടുകൊണ്ടിരിക്കൂ, അപ്പോൾ വർദ്ധിക്കുന്നുവല്ലോ. അതേപോലെ ആത്മാവും ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. ഡ്രാമയിൽ എന്ത് കഴിഞ്ഞുവോ അതും ഫുൾ സ്റ്റോപ്പ്, അതായത് ബിന്ദു.
അഥവാ ഓരോ ഖജനാവിനെയും ബിന്ദു രൂപത്തിലൂടെ ഓർമ്മിക്കുകയാണെങ്കിൽ ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അനുഭവമുണ്ടല്ലോ. ബിന്ദു വിട്ടു വ്യർത്ഥത്തിന് പകരം ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബിന്ദു ഇടാൻ അറിയാമോ? പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു. അതായത് ബിന്ദുവിടാൻ പരിശ്രമിക്കുന്നു, പക്ഷേ ബിന്ദുവിന് പകരം നീണ്ട ലൈൻ ആയി പോകുന്നു. ബിന്ദുവിന് പകരം ക്വസ്റ്റ്യൻ മാർക്ക് ആകുന്നു. ആശ്ചര്യത്തിൻ്റെ ലൈൻ വീഴുന്നു. അപ്പോൾ ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കാനുള്ള വിധിയാണ് ബിന്ദു. പാഴാക്കാനുള്ള വഴിയാണ് നീണ്ട ലൈൻ ഇടുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്, ആശ്ചര്യത്തിൻ്റെ ചിഹ്നം ഇടുന്നത്. സഹജമായത് എന്താണ്? ബിന്ദുവാണല്ലോ. അപ്പോൾ വിധി വളരെ സഹജമാണ്. സ്വമാനവും ബാബയുടെ ഓർമ്മയും വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും. ബാപ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, ദിവസവും അമൃതവേളയിൽ സ്വയം തന്നെ 3 ബിന്ദുക്കളുടെ സ്മൃതിയുടെ തിലകമണിയിക്കൂ. എങ്കിൽ ഒരു ഖജനാവ് പോലും വ്യർത്ഥമായി പോകില്ല. ഓരോ സമയത്തും ഓരോ ഖജനാവും ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ബാപ്ദാദ എല്ലാ കുട്ടികളുടെയും ഓരോ ഖജനാവിൻ്റെയും ശേഖരണത്തിൻ്റെ ചാർട്ട് നോക്കി. അതിൽ എന്താണ് കണ്ടത്? ഇപ്പോൾ വരെയും ശേഖരണത്തിൻ്റെ കണക്ക് എത്ര ഉണ്ടാകണമോ അത്രയും ഇല്ല. സമയവും സങ്കല്പവും വാക്കും വ്യർത്ഥമായും പോകുന്നു. മുന്നോട്ട് പോകവേ ചിലപ്പോൾ സമയത്തിൻ്റെ മഹത്വം എമർജ് രൂപത്തിൽ കുറഞ്ഞു പോകുന്നു. അഥവാ സമയത്തിൻ്റെ മഹത്വം സദാ ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ, എമർജായിരിക്കുമെങ്കിൽ സമയത്തെ കൂടുതൽ സഫലമാക്കുവാൻ സാധിക്കും. മുഴുവൻ ദിവസത്തിലും സാധാരണ രൂപത്തിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. തെറ്റായല്ല, എന്നാൽ സാധാരണമായി. അതേപോലെ സങ്കല്പവും മോശമായത് നടക്കുന്നില്ല, പക്ഷേ വ്യർത്ഥമായി പോകുന്നു. 1 മണിക്കൂറിൻ്റെ ചെക്കിംഗ് നടത്തൂ. ഓരോ മണിക്കൂറിലും സമയം അല്ലെങ്കിൽ സങ്കല്പം എത്രത്തോളം സാധാരണമായി പോകുന്നു. ശേഖരണം ഉണ്ടാകുന്നില്ല. പിന്നെ ബാപ്ദാദ സൂചനയും നൽകുന്നു. അപ്പോൾ ബാപ്ദാദയെയും വളരെയധികം ആശ്വസിപ്പിക്കുന്നു. ബാബ, ഒരൽപ്പം സങ്കല്പമേ ഉള്ളൂ, ഇത്ര മാത്രം, ബാക്കിയൊന്നുമില്ല. സങ്കല്പത്തിൽ ഒരൽപ്പം നടക്കുന്നു, സമ്പൂർണമായിക്കൊള്ളും, ശരിയായിക്കൊള്ളും. ഇപ്പോൾ അന്തിമം വന്നു ചേർന്നിട്ടില്ല, അല്പം സമയം കിടക്കുകയാണ്. സമയമാകുമ്പോൾ സമ്പന്നമായിക്കൊള്ളും. എന്നാൽ ബാപ്ദാദ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ശേഖരണം വളരെ സമയത്തേത് ആവശ്യമാണ്. ശേഖരണത്തിൻ്റെ കണക്ക് അന്തിമത്തിൽ സമ്പന്നമാക്കും. സമയം വരുമ്പോൾ ആയി മാറും എന്നാകരുത്. വളരെ സമയം ശേഖരിച്ചതാണ് വളരെ സമയം നടക്കുന്നത്. സമ്പത്ത് നേടുന്ന കാര്യത്തിൽ എല്ലാവരും പറയുന്നു, നമ്മൾ ലക്ഷ്മി നാരായണൻ ആകുമെന്ന്. ത്രേതായുഗി ആകുമോ എന്ന് അഥവാ കൈ ഉയർത്തിക്കുകയാണെങ്കിൽ ആരും ഉയർത്തുകയില്ല. ലക്ഷ്മി നാരായണനാകുമോ എന്നാണെങ്കിൽ എല്ലാവരും കൈ ഉയർത്തുന്നു. അഥവാ വളരെ സമയത്തെ ശേഖരണത്തിൻ്റെ കണക്ക് ഉണ്ടായിരിക്കുകയാണെങ്കിൽ മുഴുവൻ സമ്പത്തും ലഭിക്കും. അഥവാ അല്പം ശേഖരണമാണ് ഉണ്ടായതെങ്കിൽ ഫുൾ സമ്പത്ത് എങ്ങനെ ലഭിക്കും? അതിനാൽ സർവ ഖജനാവുകളിൽ എത്ര ശേഖരിക്കാൻ സാധിക്കുമോ അത്രയും ഇപ്പോൾ മുതൽ ശേഖരിക്കൂ. ശരിയായിക്കൊള്ളും, വന്നുകൊള്ളും, ഇങ്ങനെ ആകും എന്ന് പറയരുത്. ചെയ്യുക തന്നെ വേണം. ഇതാണ് ദൃഢത. അമൃതവേളയിൽ ഇരിക്കുമ്പോൾ നല്ല സ്ഥിതിയിലിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വളരെയധികം വാഗ്ദാനം ചെയ്യുന്നു, ഇത് ചെയ്യും, ഇത് ചെയ്യും, അത്ഭുതം ചെയ്ത് കാണിക്കും എന്നെല്ലാം. ഇത് നല്ല കാര്യമാണ്. ശ്രേഷ്ഠ സങ്കല്പം നടത്തുന്നു. എന്നാൽ ബാപ്ദാദ പറയുന്നു, ഈ എല്ലാ വാഗ്ദാനങ്ങളെയും കർമ്മത്തിൽ കൊണ്ടുവരൂ. കേവലം വാഗ്ദാനം മാത്രം ചെയ്യാതിരിക്കൂ. എന്നാൽ ഏതെല്ലാം വാഗ്ദാനം ചെയ്യുന്നോ അത് മനസ്സിലും വാക്കിലും കർമ്മത്തിലും കൊണ്ടുവരൂ. കുട്ടികൾ വളരെ നല്ല നല്ല സങ്കല്പങ്ങൾ നടത്തുന്നു. ബാപ്ദാദ ആ സമയത്ത് സന്തോഷിക്കുന്നു. കാരണം ധൈര്യം വയ്ക്കുന്നല്ലോ, ഇതാകും, ഇത് ചെയ്യും എന്നെല്ലാം. ധൈര്യം വളരെ നന്നായി വയ്ക്കുന്നു.
അപ്പോൾ ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ബാബ്ദാദ സന്തോഷിക്കുന്നു. എന്നാൽ എപ്പോഴാണോ കർമ്മത്തിൽ വരേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നായി പോകുന്നു. വാഗ്ദാനം നൽകുന്നത് വളരെ സഹജമാണ്. എന്നാൽ കർമ്മത്തിൽ കൊണ്ടുവരിക എന്നാൽ വാഗ്ദാനം നിറവേറ്റുക എന്നാണ്. വാഗ്ദാനം ചെയ്യുന്നവർ വളരെ പേരുണ്ട്, എന്നാൽ പാലിക്കുന്നതിൽ നമ്പർ വൈസായി പോകുന്നു. അപ്പോൾ സങ്കല്പത്തെയും കർമ്മത്തെയും, പ്ലാനും പ്രാക്ടിക്കലും രണ്ടും സമാനമാക്കൂ. ആക്കാൻ സാധിക്കുമല്ലോ. ബിസിനസ്സുകാർ വന്നിരിക്കുകയാണ്. ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാമല്ലോ, ശേഖരിക്കാൻ അറിയാമല്ലോ. എൻജിനീയറും സയൻറ്റിസ്റ്റും പ്രാക്ടിക്കലിൽ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ആരാണോ റൂറൽ, ഗ്രാമീണ വിഭാഗം, ബാബ്ദാദ അവരെ റൂളർ എന്ന് പറയുന്നു. കാരണം അഥവാ ഇവർ സേവനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നേനെ. അപ്പോൾ 3 വിങ്സിലെയും ആരെല്ലാം വന്നിരിക്കുന്നോ അവർ കർമ്മം ചെയ്യുന്നവരാണ്, കേവലം പറയുന്നവരല്ല, ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരും വാഗ്ദാനത്തെ കർമ്മത്തിൽ നിറവേറ്റുന്ന ആത്മാക്കളാണല്ലോ. അതോ കേവലം വാഗ്ദാനം നൽകുന്നവരാണോ? വാഗ്ദാനത്തിൻ്റെ സമയത്ത് ബാബ്ദാദയെ ധൈര്യം കാണിച്ച് സന്തോഷിപ്പിക്കുന്നു. ബാബ്ദാദയുടെ അടുക്കൽ ഓരോ കുട്ടിയുടെയും വാഗ്ദാനങ്ങളുടെ ഫയൽ ഉണ്ട്. അവിടെ വതനത്തിൽ വാഗ്ദാനങ്ങളുടെ ഫയൽ വയ്ക്കുന്നതിനായി അലമാരയുടെയോ സ്ഥാനത്തിൻ്റെയോ കാര്യമേയില്ല. ഇടയ്ക്കിടയ്ക്ക് ബാബ്ദാദ തൻ്റെ അലൗകിക TV പെട്ടെന്ന് തുറക്കുന്നു. സദാ തുറക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നു. അപ്പോൾ എല്ലാം കേൾക്കാൻ കഴിയുന്നു. എന്താണോ പരസ്പരം സംസാരിക്കുന്നത് അതും കേൾക്കുന്നു. അതിനാൽ ബാബ്ദാദ പറയുന്നു, വ്യർത്ഥത്തെ ശേഖരണത്തിൻ്റെ കണക്കിൽ ശേഖരിക്കൂ. ബ്രാഹ്മണൻ എന്നാൽ അലൗകികം എന്നർത്ഥം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹത്വം വളരെ വലുതാണ്. പ്രാപ്തികൾ വളരെ വലുതാണ്. സ്വമാനം വളരെ വലുതാണ്. സംഗമത്തിൻ്റെ സമയത്ത് ബാബയുടേതാകുന്നത് വലുതിലും വലിയ കോടി മടങ്ങ് ഭാഗ്യമാണ്. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഓരോ ഖജനാവിൻ്റെയും മഹത്വം വയ്ക്കൂ. ഏതുപോലെ മറ്റുള്ളവരെ പ്രഭാഷണത്തിൽ സംഗമയുഗത്തിൻ്റെ എത്ര മഹിമകൾ കേൾപ്പിക്കുന്നു. അഥവാ ആരെങ്കിലും താങ്കൾക്ക് സംഗമയുഗത്തിൻ്റെ മഹിമ ചെയ്യൂ എന്ന ടോപ്പിക് നൽകുകയാണെങ്കിൽ എത്ര സമയം ചെയ്യുവാൻ സാധിക്കും? 1 മണിക്കൂർ ചെയ്യാൻ സാധിക്കുമോ? ടീച്ചേഴ്സ് പറയൂ. ആർക്ക് ചെയ്യാൻ സാധിക്കുമോ അവർ കൈ ഉയർത്തൂ. മറ്റുള്ളവരെ മഹത്വം കേൾപ്പിക്കുന്നത് പോലെ മഹത്വം അറിയുന്നത് വളരെ നല്ലതാണ്. അറിയുന്നില്ല എന്ന് ബാബ്ദാദ പറയുകയില്ല. കേൾപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അറിയുന്നുണ്ട്, അതിനാലാണ് കേൾപ്പിക്കുന്നത്. കേവലം എന്താണെന്നാൽ മെർജ് ആയി പോകുന്നു. എമർജ് രൂപത്തിൽ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ കുറഞ്ഞു പോകുന്നു, ചിലപ്പോൾ കൂടുതലും. അപ്പോൾ തൻ്റെ ഈശ്വരീയ ലഹരി എമർജാക്കി വയ്ക്കൂ. ഞാൻ ആയിക്കഴിഞ്ഞു എന്നത് പോരാ, പ്രാക്ടിക്കലിൽ ആണ് എന്നത് എമർജ് രൂപത്തിൽ ഉണ്ടാകണം. നിശ്ചയം ഉണ്ട്, പക്ഷേ നിശ്ചയത്തിൻ്റെ അടയാളമാണ് ആത്മീയ ലഹരി. അപ്പോൾ മുഴുവൻ സമയത്തും ലഹരി ഉണ്ടായിരിക്കട്ടെ. ആത്മീയ ലഹരി. ഞാൻ ആരാണ്? ഈ ലഹരി എമർജ് രൂപത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ ഓരോ സെക്കൻഡും ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ബാബ്ദാദ ശേഖരണത്തിൻ്റെ കണക്ക് നോക്കി. അതിനാൽ ഇന്ന് വിശേഷ അറ്റൻഷൻ നൽകുകയാണ്. സമയത്തിൻ്റെ സമാപ്തി പെട്ടെന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അറിയാൻ കഴിഞ്ഞുകൊണ്ടേയിരിക്കും, സമയത്തിന് ശരിയായിക്കൊള്ളും എന്ന് ചിന്തിക്കരുത്. ആരാണോ സമയത്തിൻ്റെ ആധാരം എടുക്കുന്നത്, സമയം ശരിയാക്കി മാറ്റുന്നത്, സമയമാകുമ്പോൾ ആയി മാറുന്നത്, അവരുടെ ടീച്ചർ ആരാണ്? സമയമാണോ അതോ സ്വയം പരമാത്മാവാണോ? പരമാത്മാവിലൂടെ സമ്പന്നമാകാൻ സാധിച്ചില്ല. സമയം സമ്പന്നമാക്കി എന്നാണെങ്കിൽ ഇതിനെ എന്തു പറയും? സമയമാണോ താങ്കളുടെ മാസ്റ്റർ അതോ പരമാത്മാവാണോ താങ്കളുടെ ശിക്ഷകൻ? അപ്പോൾ ഡ്രാമയനുസരിച്ച് അഥവാ സമയമാണ് താങ്കളെ പഠിപ്പിക്കുന്നതെങ്കിൽ
അല്ലെങ്കിൽ സമയത്തിൻ്റെ ആധാരത്തിലാണ് പരിവർത്തനം ഉണ്ടാകുന്നതെങ്കിൽ ബാപ്ദാദ അറിയുന്നുണ്ട്, പ്രാപ്തിയും സമയത്തിനായിരിക്കും ലഭിക്കുക. കാരണം സമയമാണ് ടീച്ചർ. സമയം താങ്കളെ കാത്തിരിക്കുകയാണ്. താങ്കൾ സമയത്തെ കാത്തിരിക്കാതിരിക്കൂ. അത് രചനയാണ്. താങ്കൾ മാസ്റ്റർ രചയിതാവാണ്. അപ്പോൾ രചയിതാവിനെ രചന കാത്തിരിക്കണം. മാസ്റ്റർ രചയിതാവായ താങ്കൾ സമയത്തെ കാത്തിരിക്കരുത്. എന്ത് പ്രയാസമാണുള്ളത്? സഹജമായതിനെ സ്വയം പ്രയാസമുള്ളതാക്കി മാറ്റുന്നു. പ്രയാസമേ അല്ല, പ്രയാസമാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, ഏതെല്ലാം ഭാരം തോന്നുന്നുണ്ടോ ആ ഭാരം ബാബയ്ക്ക് നൽകൂ. അത് നൽകാൻ അറിയില്ല. ഭാരം എടുക്കുകയും ചെയ്യുന്നു, പിന്നെ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നെ ബാബയോട് പരാതിയും പറയുന്നു, എന്തു ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ. തൻ്റെ മേൽ എന്തിന് ഭാരം എടുക്കുന്നു? ബാബ ഓഫർ ചെയ്യുകയാണ്, തൻ്റെ എല്ലാ ഭാരവും ബാബയെ ഏൽപ്പിക്കൂ. 63 ജന്മം ഭാരം എടുക്കുന്നതിൻ്റെ ശീലം ഉണ്ടായിരിക്കുകയാണല്ലോ. അപ്പോൾ ശീലം കാരണം നിർബന്ധിതമാകുന്നു. അതിനാൽ പ്രയത്നിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ സഹജം, ചിലപ്പോൾ പ്രയാസം. ഒന്നുകിൽ ഏതെങ്കിലും കാര്യം സഹജമായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രയാസമായിരിക്കുന്നു. ചിലപ്പോൾ സഹജവും ചിലപ്പോൾ പ്രയാസവും. എന്തുകൊണ്ട്? ഒരു കാരണം ഉണ്ടാകുമല്ലോ. കാരണമാണ് ശീലം കാരണം നിർബന്ധിതമായി പോകുന്നു. കുട്ടികൾ ഇങ്ങനെ പ്രയത്നിക്കുന്നത് ബാബ്ദാദയ്ക്ക് ഏറ്റവും വലിയ കാര്യമായി തോന്നുന്നു, നല്ലതായി തോന്നുന്നില്ല. മാസ്റ്റർ സർവശക്തിവാനുമാണ്, പ്രയാസവുമാണ്. സ്വയം തനിക്ക് എന്ത് ടൈറ്റിലാണ് നൽകുന്നത്? പ്രയാസപ്പെടുന്ന യോഗി എന്നോ സഹജയോഗി എന്നോ? അല്ലാത്ത പക്ഷം തൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യൂ. നമ്മൾ സഹജയോഗി അല്ല എന്ന്. ചിലപ്പോൾ സഹജയോഗിയാണ്, ചിലപ്പോൾ പ്രയാസപ്പെടുന്ന യോഗിയുമാണ്. യോഗം തന്നെ എന്താണ്? ഓർമ്മിക്കുക എന്നതാണല്ലോ. പവർഫുൾ യോഗത്തിന് മുന്നിൽ പ്രയാസം എന്നൊന്ന് ഉണ്ടാവുക സാധ്യമേ അല്ല. യോഗം താൽപ്പര്യത്തിൻ്റെ അഗ്നിയാണ്. അഗ്നി എത്ര തന്നെ പ്രയാസമുള്ള വസ്തുവിനെയും പരിവർത്തനപ്പെടുത്തുന്നു. ഇരുമ്പും മോൾഡാകുന്നു. ഈ താൽപ്പര്യത്തിൻ്റെ അഗ്നിക്ക് പ്രയാസത്തെ സഹജമാക്കി മാറ്റാൻ സാധിക്കില്ലേ? പല കുട്ടികളും വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബ എന്തു ചെയ്യട്ടെ? വായുമണ്ഡലം ഇങ്ങനെയാണ്, സഹചാരികൾ ഇങ്ങനെയാണ്. ഹംസവും കൊക്കുമാണ്. എന്തു ചെയ്യട്ടെ? പഴയ കർമ്മ കണക്കുകളുണ്ട്. വളരെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. ബാബ ചോദിക്കുന്നു, ബ്രാഹ്മണരായ താങ്കൾ ഏതൊരു കരാർ എടുത്തിരിക്കുകയാണ്? വിശ്വപരിവർത്തനത്തിൻ്റെ കരാറാണല്ലോ എടുത്തത്. അപ്പോൾ ആരാണോ വിശ്വപരിവർത്തനം ചെയ്യുന്നത് അവർക്ക് തൻ്റെ പ്രയാസത്തെ മായ്ക്കുവാൻ സാധിക്കില്ലേ? അപ്പോൾ ഇന്ന് എന്തു ചെയ്യും? ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. സഹജയോഗി എന്ന് പറയുന്നതിനെ അനുഭവിക്കൂ. ചിലപ്പോൾ പ്രയാസം, ചിലപ്പോൾ സഹജം. ഇതിൽ രസമില്ല. ബ്രാഹ്മണ ജീവിതം രസമുള്ളതാണ്. സംഗമയുഗം രസത്തിൻ്റെ യുഗമാണ്. ഭാരം എടുക്കുന്നതിൻ്റെ യുഗമല്ല, ഭാരം ഇറക്കുന്നതിൻ്റെ യുഗമാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ. തൻ്റെ ഭാഗ്യത്തിൻ്റെ ചിത്രം നോളജിൻ്റെ കണ്ണാടിയിൽ നല്ല രീതിയിൽ നോക്കൂ. കണ്ണാടി ഉണ്ടല്ലോ, അതോ ഇല്ലയോ? പൊട്ടിപ്പോയില്ലല്ലോ. എല്ലാവർക്കും കണ്ണാടി ലഭിച്ചോ? മാതാക്കൾക്ക് കണ്ണാടി ലഭിച്ചുവോ അതോ മോഷണം പോയോ? പാണ്ഡവരാണെങ്കിൽ സൂക്ഷിക്കുന്നതിൽ സമർത്ഥരാണല്ലോ. കണ്ണാടി ഉണ്ടോ? കൈ നല്ലവണ്ണം ഉയർത്തി. നല്ലതാണ്. ഭാഗ്യത്തിൻ്റെ ചിത്രം നോക്കൂ. സദാ തൻ്റെ ഭാഗ്യത്തിൻ്റെ ചിത്രം കണ്ട് ആഹാ ആഹാ എന്ന ഗീതം പാടൂ. ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ എൻ്റെ ബാബ, ആഹാ എൻ്റെ പരിവാരം. പരിവാരവും ആഹാ ആഹാ ആണ്. ഇവർ വളരെയധികം ആഹാ ആഹായാണ്. ഇവർ ഒരൽപ്പം ഇങ്ങനെയാണ് എന്നത് പാടില്ല, അരുത്. ആഹാ എൻ്റെ പരിവാരം, ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ എൻ്റെ ബാബ. ബ്രാഹ്മണ ജീവിതം എന്നാൽ ആഹാ ആഹാ.
അയ്യോ അയ്യോ എന്നല്ല. ശാരീരിക വ്യാധിയിൽ പോലും അയ്യോ അയ്യോ അല്ല, ആഹാ. ഇതും ഭാരം ഇറങ്ങുന്നതാണ്. അഥവാ 400 കിലോയിൽ നിന്നും താങ്കളുടെ 120 കിലോയോ 160 കിലോയോ ഭാരം ഇറങ്ങിയെങ്കിൽ നല്ലതാണോ അതോ അയ്യോ അയ്യോ എന്നാണോ? എന്താണ്? ആഹാ, ഭാരം ഇറങ്ങി. അയ്യോ, എൻ്റെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. അയ്യോ, എന്നെ രോഗം വിടുന്നതേയില്ല. താങ്കൾ വിടണമോ അതോ രോഗം വിടുമോ? ആഹാ ആഹാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. അപ്പോൾ ആഹാ ആഹാ എന്ന് പറയുന്നതിലൂടെ രോഗവും സന്തോഷിക്കും. നോക്കൂ, ഇവിടെയും ഇങ്ങനെ ഉണ്ടാകുന്നുവല്ലോ. ആരുടെയെങ്കിലും മഹിമ ചെയ്യുകയാണെങ്കിൽ ആഹാ ആഹാ എന്ന് പറയുന്നു. അപ്പോൾ വ്യാധിയോടും ആഹാ ആഹാ എന്ന് പറയൂ. അയ്യോ, ഇത് എൻ്റെ അടുക്കൽ തന്നെ എന്തുകൊണ്ട് വന്നു? എൻ്റെ തന്നെ കണക്കാണ്. പ്രാപ്തിയുടെ മുന്നിൽ കണക്ക് ഒന്നും തന്നെയല്ല. പ്രാപ്തികൾ മുന്നിൽ വയ്ക്കൂ, കണക്കുകൾ മുന്നിൽ വയ്ക്കൂ. അപ്പോൾ അത് എന്തായി തോന്നും? വളരെ ചെറിയൊരു വസ്തുവായി തോന്നും. അതിനർത്ഥം ബ്രാഹ്മണ ജീവിതത്തിൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, പോസിറ്റീവ് രൂപത്തിൽ നോക്കൂ. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആക്കാൻ അറിയാമല്ലോ. നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും കോഴ്സും നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് സ്വയം തനിക്ക് കോഴ്സ് എടുക്കൂ. അപ്പോൾ പ്രയാസം സഹജമായി മാറും. പ്രയാസം എന്ന വാക്ക് ബ്രാഹ്മണരുടെ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ശരി, ഏതെങ്കിലും കണക്കുണ്ടെന്നിരിക്കട്ടെ. ആത്മാവിനോടായാലും ശരീരവും ആയിട്ടായാലും പ്രകൃതിയോടായാലും. കാരണം പ്രകൃതിയുടെ ഈ 5 തത്വങ്ങളും പലപ്പോഴും പ്രയാസത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നു. ഏതൊരു കണക്കും യോഗ അഗ്നിയിൽ ഭസ്മമാക്കൂ. മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന്? ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. വാക്കിൽ പോലും സാധാരണ വാക്ക് പാടില്ല. വാക്കുകളിലും ഭിന്ന ഭിന്ന ഭാവവും ഭാവനയുമുണ്ട്. വാക്കിലൂടെ ഭാവവും ഭാവനയും അറിയാൻ കഴിയുന്നു. അപ്പോൾ സദാ ഏത് വാക്കുകൾ പറഞ്ഞാലും അതിൽ ആത്മീയ ഭാവം ഉണ്ടായിരിക്കണം. ശുഭവും ശ്രേഷ്ഠവുമായ ഭാവന ഉണ്ടായിരിക്കണം. വാക്കും ഭാവനയും. മായയുടെ ഭാവനയാണ് ഈർഷ്യ, അസൂയ, ഘൃണ, അതായത് വെറുപ്പ്. ഇത് മായയുടെ ഭാവനയാണ്. സദാ ശുഭഭാവവും ഭാവനയും ഉണ്ടാകണം. ഇങ്ങനെയാണോ? ചെക്ക് ചെയ്യണം. സമയത്തിൻ്റെ ഖജനാവ്, വാക്കിൻ്റെ ഖജനാവ്, സങ്കല്പങ്ങളുടെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്. ഓരോ ഖജനാവും ചെക്ക് ചെയ്യൂ. കാരണം ഓരോ ഖജനാവിൻ്റെയും കണക്ക് ശേഖരിക്കേണ്ടതുണ്ട്. ഈ സർവ്വ ഖജനാവുകളുടെയും കണക്ക് നിറയണം. അപ്പോൾ പറയും ഫുൾ മാർക്സ്, അതായത് പാസ് വിത്ത് ഓണർ. ഒരു ഖജനാവിൻ്റെ ശേഖരണം അഥവാ കുറവാണെങ്കിൽ എന്ത് കുഴപ്പം എന്ന് ചിന്തിക്കരുത്. എന്നാൽ പാസ് വിത്ത് ഓണർ ആകുന്നതിനായി സർവ്വ ഖജനാവുകളിലും കണക്ക് നിറഞ്ഞതായിരിക്കണം. ശരി, ആരാണോ ഒരു സെക്കൻഡിൽ തൻ്റെ സങ്കല്പത്തെ എവിടെ ആഗ്രഹിക്കുന്നോ, എന്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നോ, ആ ചിന്ത തന്നെ തുടർന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ഒരു സെക്കൻഡിൽ മൈൻഡ് കൺട്രോൾ ഉണ്ടാകണം. ഇങ്ങനെ സെക്കൻഡിൽ സാധ്യമാണോ? അഥവാ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ കൈ ഉയർത്തൂ. ശരി, ഈ വായുമണ്ഡലത്തിൽ മധുബനിൽ ഇരിക്കുകയാണ്. മധുബൻ്റെ വായുമണ്ഡലം പവർഫുള്ളാണ്. ഈ വായുമണ്ഡലത്തിൽ ഈ സമയത്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? 1 മിനിറ്റിൽ ചെയ്താലും സെക്കൻഡിൽ ചെയ്താലും ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? മനസ്സിന് ഓർഡർ നൽകൂ. ആത്മാവ് പരംധാം നിവാസിയായി മാറൂ എന്ന്. മനസ്സ് ഓർഡർ മാനിക്കുന്നുണ്ടോ അതോ മാനിക്കുന്നില്ലേ എന്ന് നോക്കൂ. ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള സർവ്വ ഖജനാവുകളുടെയും അധികാരിയായ കുട്ടികൾക്ക് സദാ പ്രയാസത്തെ സെക്കൻഡിൽ പരിവർത്തനപ്പെടുത്തുന്ന സദാ സഹജയോഗികൾക്ക്, സദാ സങ്കല്പത്തെയും സമയത്തെയും വാക്കിനെയും കർമ്മത്തെയും ശ്രേഷ്ഠം ആക്കുന്നവർക്ക്
സദാ സേവിങ്സിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കുന്നവർക്ക്, സദാ മനസ്സിൻ്റെ അധികാരികൾക്ക്, മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും ഓർഡറിൽ നടത്തിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരി കുട്ടികൾക്ക്, ദേശത്തിലുള്ളവരായാലും വിദേശത്തുള്ളവരായാലും ഹൃദയത്തിൽ നിന്നും ദൂരെയല്ല, ഇങ്ങനെയുള്ള 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ബാഗ്ദാദിയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. ഉന്നതനായ ബാബ, ഉന്നതരായ നമ്മൾ, ഉന്നതമായ കാര്യം ഈ സ്മൃതിയിലൂടെ ശക്തിശാലി ആകുന്നവരും ബാബയ്ക്ക് സമാനമാകുന്നവരുമായി ഭവിക്കട്ടെ. ഇക്കാലത്തെ ലോകത്തിൽ ആരെങ്കിലും VIP-യുടെ സന്താനമാണെങ്കിൽ അയാൾ സ്വയവും VIP ആയി മനസ്സിലാക്കും. എന്നാൽ ബാബയേക്കാൾ ഉന്നതൻ മറ്റാരുമില്ല. ഇങ്ങനെയുള്ള ഉയർന്നതിലും ഉയർന്ന ബാബയുടെ സന്താനമായ നമ്മൾ ഉന്നതരായ ആത്മാക്കളാണ്. ഈ സ്മൃതി ശക്തിശാലിയാക്കി മാറ്റുന്നു. ഉന്നതനായ ബാബ, ഉന്നതരായ നമ്മൾ, ഉന്നതമായ കാര്യം, ഇങ്ങനെയുള്ള സ്മൃതിയിൽ ഇരിക്കുന്നവർ സദാ ബാബയ്ക്ക് സമാനമായി മാറുന്നു. മുഴുവൻ വിശ്വത്തിൻ്റെ മുന്നിൽ ശ്രേഷ്ഠവും ഉന്നതരുമായ ആത്മാക്കൾ താങ്കളല്ലാതെ മറ്റാരുമില്ല. അതിനാൽ താങ്കളുടെ തന്നെ മഹിമയും പൂജയും നടക്കുന്നു. സ്ലോഗൻ. സമ്പൂർണതയുടെ കണ്ണാടിയിൽ സൂക്ഷ്മമായ മോഹങ്ങളെ ചെക്ക് ചെയ്യൂ, മുക്തമാവുകയും ചെയ്യൂ. ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ
പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.